ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഇതര പ്രാർത്ഥനാലയങ്ങൾ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ കേരളം. ജീവിത പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലുമൊക്കെ ആശ്വാസമാകുന്ന കേരളത്തിലെ പുണ്യസങ്കേതങ്ങളും അവിടുത്തെ പ്രത്യേകതകളും കഥകളുമൊക്കെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പുണ്യദർശനം. നമസ്കാരം. പാരമ്പര്യവും പൈതൃകവും എല്ലാം ഒത്തിണങ്ങിയ മനോഹരമായ ഒരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം. ഉത്സവങ്ങളുടെയും ഉത്സവ ആഘോഷങ്ങളുടെയും നാട്. ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം ഒത്തുചേർന്ന് എല്ലാവരും ഒരേ മനസ്സോടെ സംഗമിക്കുന്ന സ്ഥലങ്ങളാണ്. അത്തരത്തിലേറെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഏറെ പ്രശസ്തമായ 7 കൂത്തമ്പലങ്ങളിൽ പരമപ്രധാനമായ കൂത്തമ്പലമുള്ള അമ്പലം. അതേപോലെ രാമായണ കഥ മുഴുവനും ഇവിടെ ചാരുശില്പങ്ങളായി കൊത്തുപണികളിൽ ലേഖനം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ ആരൂഢം, അതിൻ്റെ വർക്കുകൾ ഇന്നും ലോകത്തിന് ഒരു അത്ഭുതം തന്നെയാണ്. ഇവിടുത്തെ മഹത്തായ ഉത്സവ ആഘോഷ നിറവിലാണ് നാടും ആളുകളും എല്ലാം. ശ്രീ ആർപ്പുക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ലൈവ് TV കേരള പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പുണ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ എത്തിക്കുന്നു.
ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി സന്തോഷ് കുമാർ MK അവർകളാണ് എന്നോടൊപ്പം ഉള്ളത്. തിരുമേനി നമസ്കാരം. നമസ്കാരം. ഉത്സവ ആഘോഷത്തിൻ്റെ വളരെ തിരക്കിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകളും വഴിപാടുകളും എന്തൊക്കെയാണ് തിരുമേനി? ഭഗവാന് പ്രധാനപ്പെട്ട വഴിപാട് പഞ്ചാമൃത അഭിഷേകം സുബ്രഹ്മണ്യ സ്വാമിക്ക്, പിന്നെ നാരങ്ങാമാല ചേർത്ത്, മറ്റ് വഴിപാട് ഗണപതി ഹോമം, പാലഭിഷേകം. ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് എന്താണ്? കൂടുതലും പഞ്ചാമൃതാഭിഷേകവും പാലഭിഷേകവും ഒക്കെയാണ് കൂടുതലായിട്ടും ഭഗവാന് പ്രധാന വഴിപാടായിട്ട്. പിന്നെ ഇടയ്ക്ക് അരവണ ഭഗവാന് വരാറുണ്ട്. അത് ശരി. ഉത്സവ ആഘോഷങ്ങളെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? വളരെ സന്തോഷത്തോടെ തിരുമേനി നിൽക്കുന്നത്. ആ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷം തോന്നുന്നു. ഉത്സവ ആഘോഷങ്ങളെ കുറിച്ച് ഒരു 2 വാക്ക്. ആർപ്പുക്കര ദേശത്തിൻ്റെ ഒരു പ്രധാന ഇതാണ് ആഘോഷമാണ്. നേരത്തെ 8 ദിവസമായിരുന്നു. അപ്പോൾ അത് 2-3 വർഷമായിട്ട് 10 ദിവസമാക്കി ഉത്സവം. ഇപ്പം നേരത്തെ 5 ഉത്സവലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് 2 ഉത്സവങ്ങൾ കൂടുതലായി. ഭഗവാൻ 7 ഉത്സവലയുണ്ട്. മറ്റ് ഭഗവാന്റെ കാര്യങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്തായാലും വളരെ തിരക്കുള്ള സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് പ്രത്യേക നന്ദി. ലൈറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഞാൻ മനോജ് ജി ശങ്കർ, ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഉപദേശ സമിതിയുടെ പ്രസിഡൻ്റാണ്. ഇത് 4ാം വർഷമാണ് ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത്. നാട്ടുകാരുടെയും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹ ആശീസ്സുകളോടുകൂടി ഈ ഉത്സവം നന്നായി നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് 2ാം ഉത്സവമാണ്. കാര്യപ്രസക്തമായ പരിപാടികൾ, അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ഒട്ടും കുറയാതെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രകലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എഴുന്നള്ളിപ്പ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒട്ടും കുറവ് വരാതെ, തെല്ലും കുറവ് വരാതെയാണ് ഈ ഉത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള 13 അംഗങ്ങളും നാട്ടുകാരായ 40-ലധികം കമ്മിറ്റി അംഗങ്ങളും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ ഉത്സവം ഇത്രയും മനോഹരമാക്കാനും ഗംഭീരമാക്കാനും സാധിച്ചത്. കൂടാതെ തന്നെ ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അത്യധികം ഉത്സാഹത്തോടു കൂടിയും സാമ്പത്തിക സമാഹരണത്തിലൂടെയും നടത്തുന്നുണ്ട്. അതിനെല്ലാം ഉപരി തന്നെ ഞങ്ങളുടെ എല്ലാ മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് പോയിൻ്റ് ആയിട്ട് AS രാജീവ് എന്ന ചീഫ് വിജിലൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഞങ്ങളുടെ ഒപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഈ അമ്പലത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ 10-15 വർഷങ്ങളായി ചെയ്തു തന്ന സാമ്പത്തിക ഭദ്രതയാണ് ഇതിൻ്റെ എല്ലാം തന്നെ ഒരു മുതൽക്കൂട്ട്. ഈ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അയ്യപ്പൻ്റെയും എല്ലാ ഉപദേവന്മാരുടെയും കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈ ഉത്സവം, അതിലും ഉപരി എടുത്തു പറയേണ്ട ഇവിടുത്തെ നമ്മുടെ MLA, നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ സാറിനോടുള്ള അളവറ്റ സ്നേഹവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളും ഈ ഉത്സവത്തിന് വാനോളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എല്ലാ അനുഗ്രഹത്തോടു കൂടി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഒരു നല്ല നമസ്കാരം നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജ്യോതിഷത്തിൻ്റെ പരമാചാര്യനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമി, ആ സുബ്രഹ്മണ്യസ്വാമിയുടെ സങ്കേതം പ്രത്യേകിച്ചും ആർപ്പുകരയിൽ നിന്നും വന്നതായ ഇതിൻ്റെ പ്രവർത്തകർ, അവർക്ക് പ്രത്യേകിച്ചൊരാഗ്രഹമുള്ളതുകൊണ്ട് ആ മേഖലയിൽ ആ ഭഗവാന്റെ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ തിരുവുത്സവം ആശംസിക്കുന്നു. ആർപ്പുകര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സെക്രട്ടറിയായും പ്രസിഡൻ്റായും ഒക്കെ അനേക വർഷം സേവനം അനുഷ്ഠിച്ച് തനത് സംഭാവനകളൊക്കെ നൽകിയ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കാർത്തികൻ ചേട്ടനാണ് എന്നോടൊപ്പം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. പ്രധാനപ്പെട്ട 7 കൂത്തമ്പലങ്ങൾ ഉള്ള അമ്പലങ്ങളിൽ പരമപ്രധാനമായ കൂത്തമ്പലമുള്ള അമ്പലം, അതേപോലെ ദാരുശില്പങ്ങളും ചുവർചിത്രങ്ങളും ഇവിടുത്തെ ആരൂഢങ്ങളും ഒക്കെ ഏറെ പ്രശസ്തമാണ്.
രാമായണ കഥകളൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന ചരിത്രങ്ങൾ ഉറങ്ങുന്ന തീർച്ചയായും. അമ്പലം, അതേക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഇപ്പം കൂത്തമ്പലത്തെ പറ്റി പറഞ്ഞല്ലോ. അതായത് 4 പുറവും വിട്ടു തുറന്ന ഒരു കൂത്തമ്പലം ഏതാണ്ട് ആർപ്പൂക്കര ക്ഷേത്രത്തിൽ മാത്രമാണ്. അതിൻ്റെ ചരിത്രം എന്ന് പറയാനായിട്ട് ഇവിടെ കൊടി കയറുമ്പോൾ കൂത്ത് കണ്ട് കൊടി കയറണം എന്ന് പറഞ്ഞൊരു പഴമയുണ്ട്. അത് ശരി. അപ്പം കണ്ടില്ലേ, കൊടി കയറുമ്പോൾ കൃത്യമായിട്ട് അങ്ങോട്ട് നോക്കി, അത് ഭക്തജനങ്ങൾക്കും ദൈവിക ചൈതന്യത്തിനും അത് ദൃശ്യമാകും. അപ്പം ഭക്തജനങ്ങൾ കൊടി കയറുന്നത് കാണുന്നു, അങ്ങോട്ട് നോക്കുമ്പോൾ കൂത്ത് കാണുന്നു. അതാണ് അതിൻ്റെ ഒരു പരമപ്രധാനമായിട്ട് ഞങ്ങളിത് കണ്ടത്. അതിൻ്റെ ചരിത്രം എന്താണ് ചേട്ടാ? അതിൻ്റെ ചരിത്രം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഏതാണ്ട് 7 വയസ്സ് വരെ അമ്പലത്തിൽ കയറി ഇവിടുത്തെ പ്രവർത്തിക്ക് ശംഖ് വിളിക്കാനും പൂജ കൊട്ടാനും ഒക്കെ ആയിട്ട് കയറിയ ഒരാളാണ്. അത് ഇന്നും അതൊന്നും മറന്നിട്ടില്ല, അതൊക്കെ ഇന്നും തുടരുന്നു. പ്രധാനമുള്ള കാര്യങ്ങൾ തന്നെ. അതെ, അപ്പം അന്ന് മുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷേ അതിൻ്റെ ചരിത്രം എന്താണെന്ന് എനിക്കറിയാമല്ലോ. ആർപ്പൂക്കര ക്ഷേത്രത്തിലെ കൊടിയേറ്റിന് കൂത്ത് കണ്ട് കൊടി കയറണം എന്ന് അന്ന് മുതലേ കാർന്നമാർ പറഞ്ഞ ഒരു ചരിത്രമേ എനിക്കറിയാവുള്ളൂ. അത് ശരി. അതേപോലെ തന്നെ ഇവിടുത്തെ ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളുമൊക്കെ ഏറെ പ്രശസ്തമാണ്. ഏറെ പ്രശസ്തം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രാമായണ കഥ മുഴുവൻ ദാരുശില്പങ്ങളെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണേണ്ടതാണ്. വേറെ എങ്ങും അതുപോലത്തെ ഒരു ഈ മറ്റേ തടികളിൽ കൊത്തിയ ഒരു ദാരുശില്പങ്ങളില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ മാത്രമല്ല, ഇവിടെ ഇപ്പം ഇതിൻ്റെ അകത്ത് ഒന്നും പറഞ്ഞില്ല, പൊതുവിടെ ചുവർ ചിത്രങ്ങൾ, ദാരുശില്പങ്ങൾ എന്നുള്ള സമ്പന്നമായ ഒരു ക്ഷേത്രമാണിത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞില്ലേ, ഈ ക്ഷേത്രത്തിൻ്റെ ഈ തച്ചുശാസ്ത്രത്തിലൊരു കണക്കുണ്ടല്ലോ. ഇത്രയും കൃത്യമായിട്ട് ഈ തച്ചുശാസ്ത്രം ഇതുപോലെ ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രം കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് ഈ ക്ഷേത്രം പരിശോധിച്ചാൽ കാണാം. അതായത് വട്ട ശ്രീകോവിൽ, ആ ശ്രീകോവിലിന് അനുപാതമായിട്ടുള്ള മുഖമണ്ഡപം, ആ മുഖമണ്ഡപത്തിനും ശ്രീകോവിലിനും അനുപാതമായിട്ടുള്ള അതിൻ്റെ അകത്തെ പ്രദക്ഷിണ വഴികൾ, ബലിക്കൽപുര, വല്യമ്പലം എന്ന് വേണ്ട എല്ലാം കൊണ്ടും ഇത് അനുഗ്രഹീതമാണ്. തച്ചുശാസ്ത്രം പറഞ്ഞില്ലേ, അതിന് അനുപാതകമായിട്ടാണ് എല്ലാം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ വാസവൻ സാറ് വന്നത് എല്ലാം കണ്ടു നോക്കിയപ്പോഴത്തേക്കും ഇത് വളരെ മനോഹരമായൊരു ക്ഷേത്രമാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളു കുളിർന്നു പോയി. ശബരിമല ഇടത്താവളമാക്കുന്നതിന് മാത്രമല്ല, എന്തൊക്കെയോ പുറത്തേക്ക് ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി തരും. ഞാൻ പരമാവധി അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, അതേപോലെ ചരിത്രത്തിൽ പറയുന്നത് ഇവിടുത്തെ ആരൂഢങ്ങളുടെ നിർമ്മാണം ഇപ്പോഴും തച്ചുശാസ്ത്രത്തിലെ ഒരു വിസ്മയമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാക്ഷേത്രങ്ങളുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഗോപുരങ്ങൾ കാണും. ആ 4 ഗോപുരങ്ങൾ ഇവിടെ അതുപോലെ 4 ഗോപുരങ്ങളുണ്ട്. ഇരുനില ഗോപുരങ്ങളാണ് 2 എണ്ണം. ശരി. തെക്ക് വശത്തേത് ചെറിയ ഗോപുരമാണ്, വടക്ക് വശത്തേതും ചെറിയ ഗോപുരമാണ്. അതാണ് മഹാക്ഷേത്രത്തിൻ്റെ ലക്ഷണം. ശരി. പിന്നെ ഇവിടുത്തെ ചുറ്റുമതിൽ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ കുംഭത്തിൻ്റെ ആകൃതിയിലാണ് ഈ ചുറ്റുമതിൽ. അതും ഈ മഹാക്ഷേത്രത്തിൻ്റെ ഒരു ലക്ഷണമാണെന്നാണ് പണ്ടുള്ള ആചാര്യന്മാർ പറയുന്നത്. അത്ര എല്ലാം കൊണ്ടും, അതായത് പറഞ്ഞില്ലേ, ഇത് വളരെയധികം പൗരാണികത്തോടെ ക്ഷേത്രത്തിന് ഒരുപാട് പേർക്ക് ഇതിൻ്റെ അവകാശങ്ങളുണ്ട്. അത് തന്നെ, അതായത് മാർത്താണ്ഡവർമ്മയ്ക്കുണ്ട്, ചെമ്പകശ്ശേരി രാജാവിനുണ്ട്, എന്ന് വേണ്ട ഒരുപാട് പേരുമായിട്ട് ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. ശരി. പ്രധാനപ്പെട്ട ഉപദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശ്രീകോവിലിൻ്റെ അവിടെ തന്നെ ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠയായ സുബ്രഹ്മണ്യൻ്റെ അച്ഛൻ മഹാദേവൻ, സഹോദരൻ ഗണപതി, അത് ശ്രീകോവിൽ തന്നെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ പുറയിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ അമ്മയായ പാർവതി ദേവിയുടെ സാന്നിധ്യം അവിടെയുമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തെക്കേ നടയിൽ ശാസ്താവ്, വടക്കേ നടയിൽ വിഷ്ണു, അങ്ങനെ ഉപദേവതകൾ കൊണ്ടും സമ്പുഷ്ടമാണ്. അതെ. എന്നാലും വളരെ തിരക്കുള്ള സമയത്ത് ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേക നന്ദി. താങ്കൾ വളരെ തിരക്കാണെന്നറിയാം. താങ്ക് യു. ഞാൻ കുഞ്ഞച്ചൻ മേച്ചേരിൽ, ഇത് റോയ് മൈക്കിൾ. ഞങ്ങൾ ഒന്ന് ചേർന്ന് ഗാന്ധിനഗർ മുടിയൂർക്കരയിൽ ഫ്ലുവൻ ടോക്ക് ഇംഗ്ലീഷ് അക്കാഡമി എന്ന സ്ഥാപനം നടത്തുന്നു. ഞാൻ റോയ് മൈക്കിൾ. ഞങ്ങൾ 2 പേരുടെയാണ് ഇത് നടത്തുന്നത്. ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്, ഇവിടെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് കൊടുക്കുവാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയൊരു സ്ഥാപനമാണിത്. നമുക്ക് അറിയാവുന്ന പോലെ നമ്മളുടെ ഇവിടെയുള്ള നമ്മളുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഉള്ളൊരു പ്രശ്നമാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്. നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാനറിയാം, എഴുതാനറിയാം, പക്ഷേ സംസാരിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു കീറാമുട്ടിയാണ്. അതിനുവേണ്ടി തുടങ്ങിയൊരു സ്ഥാപനമാണ് ഫ്ലുവൻ ടോക്ക് ഇംഗ്ലീഷ് അക്കാഡമി. ഈ അവസരത്തിൽ നമ്മുടെ ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് വേണ്ട എല്ലാ ആശംസകളും ഫ്ലുവൻ ടോക്ക് ഇംഗ്ലീഷ് അക്കാഡമി നേരുന്നു.
സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഒട്ടേറെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സ്വന്തം MLA-യും ദേവസ്വം ബോർഡ് മന്ത്രിയുമായ ബഹുമാനപ്പെട്ട ശ്രീ വാസവൻ സാർ അവരുകളെ ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർച്ചയായി 3 വർഷം ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി, ക്ഷേത്രോപദേശ സമിതിയുടെ പ്രസിഡന്റായി വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഭഗവാൻ അനുഗ്രഹിച്ച ശ്രീ മനോജ് വി ശങ്കറെ ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്ദ്യരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അധ്യക്ഷ പ്രസംഗം എന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ദേവസ്വം ബോർഡും നിങ്ങളെയും ഒരേപോലെ ഇതിൻ്റെ ഭാഗവാക്കാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കർത്തവ്യം എന്നിലുള്ളത്. കുറേയധികം കാര്യങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട വാസവൻ ചേട്ടനും ദേവസ്വം മന്ത്രിയായ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. നമ്മുടെ ജയകുമാർ സാറുണ്ട്, ദേവസ്വം അധികാരികളുണ്ട്. നിർഭാഗ്യമെന്ന പോലെ ശബരിമല മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട്, ശബരിമലയിലെ ഒത്തിരിയധികം വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതുകൊണ്ട് പ്രസിഡന്റും മെമ്പർമാരും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ പച്ചക്കൊടി കാണിച്ച് ഈ അമ്പലത്തിനെ ഇത്രയധികം മോടിയിലും അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. ഒരു മോഡൽ ക്ഷേത്രം, അങ്ങയുടെ കീഴിലുള്ള ഒരു മോഡൽ ക്ഷേത്രമാക്കി ഞങ്ങളിതിനെ മാറ്റിയിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ ധാരാളം ഭാവി പരിപാടികൾ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ചെമ്പോല തറച്ച വിഷ്ണു ക്ഷേത്ര ശ്രീകോവിലിൻ്റെ സമർപ്പണം കൂടി നടക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ തുടക്കം മുതൽ കാണാൻ കഴിയും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വന്നു പോകുന്ന ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒന്ന്, ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും വളരെ മനോഹരമായി കാത്തു സൂക്ഷിക്കുന്നതിലേക്ക് ഉപദേശക സമിതി ശ്രദ്ധിച്ചിരിക്കുന്നു. 2, ക്ഷേത്രത്തിനുള്ളിൽ ശ്രീ അയ്യപ്പൻ്റെ വിഗ്രഹം ഉൾക്കൊള്ളുന്ന ക്ഷേത്ര സന്നിധിയിൽ മനോഹരമായ പിത്തള നടപ്പാതകൾ പണിതീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ കൃത്യമായി ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിഷ്ണു ക്ഷേത്രം ചെമ്പോല തറച്ച ഏറ്റവും ഭംഗിയാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചെമ്പോല തറച്ച വിഷ്ണു ക്ഷേത്ര ശ്രീകോവിലിൻ്റെ സമർപ്പണവും അതോടൊപ്പം നമ്മുടെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള ഈ സാംസ്കാരിക സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി വാസവ സാർ. അടുത്തതായി കേരളശ്രീ പുരസ്കാരം നേടിയ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറിനെ ആദരിക്കുന്നതിനായി ബഹു ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ഡോക്ടർ TK ജയകുമാർ അവരുകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, എൻ്റെ പേര് സുജൻ. ഞാൻ ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപം കളർ പ്ലസ് പെയിൻറ്റ്സ് ആൻഡ് ഹാർഡ്വെയർസ് എന്ന സ്ഥാപനം കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. മെയിനായിട്ട് ഡീലർഷിപ്പ് ഉള്ളത് ഏഷ്യൻ പെയിൻറ്റ്സ്, ഇൻഡിഗോ, ഡോക്ടർ ഫിക്സിറ്റ്, ബ്രിട്ടീഷ്, ടർബോലെക്സ് തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ പെയിൻറ്റിങ് പ്രോഡക്ട്സുകളും നമുക്കിവിടെ ലഭ്യമാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന്
കൊടിയേറിയിരിക്കുകയാണ്. ആയതിലേക്ക് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നന്ദിയോടെ ഞാൻ പറയുന്നു. നമസ്കാരം. ആർപ്പുകര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവാന്റെ അടുത്ത് എന്നും എത്തുന്ന പ്രിയപ്പെട്ട ഒരു ചേച്ചിയുടെ ഒപ്പമാണ് ഞാൻ. ഒരു വലിയ ഭക്തിയാണ് ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ശൈലജ എന്നാണ്. ഒരു ദിവസം വരാറുണ്ടോ? മിക്ക ദിവസങ്ങളും വരാറുണ്ട്. എനിക്ക് വരാൻ പറ്റുന്ന വീട്ടിൽ പോകാത്ത കഴിവ് ദിവസങ്ങളിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞാൻ വരാറുണ്ട്. കഴിവ് ഇവിടെ വരാറുണ്ട്. പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഇവിടെ? ഞാൻ പ്രധാനമായിട്ടും അങ്ങനെ ഒത്തിരി വഴിപാടുകളൊന്നും നടത്തുന്നില്ലെങ്കിൽ പോലും വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വരുമ്പം നിത്യവിളക്ക് ഉണ്ടായിരുന്നു. കെടാവിളക്ക് നിത്യം അണയാതെ വിളക്ക് തെളിയണമെന്നാണല്ലോ ആഗ്രഹം. അതുകൊണ്ട് എന്നാലും അവിടെ എണ്ണയും തിരിയാണ് ഭഗവാൻ മേടിച്ചു കൊടുക്കുന്ന പതിവ്. ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ ക്ഷേത്രത്തിലെ 13 അംഗ ഉപദേശക സമിതിയിലെ പ്രധാനപ്പെട്ട ഒരംഗമാണ് എന്നോടൊപ്പം ഓമനക്കുട്ടൻ ചേട്ടൻ. അതെ, നമസ്കാരം. 10 ദിവസമാണ് ആർപ്പുകര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം. അതെ അതെ. എന്തൊക്കെ പരിപാടികളാണ് ഉത്സവ ആഘോഷങ്ങളെക്കുറിച്ച്? ഉത്സവ ആഘോഷം ഒന്നാം ഉത്സവം തൊട്ട് ഞങ്ങൾ ഗംഭീരമായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ സീരിയൽ താരം ശാലുമേനോൻ്റെ അടക്കമുള്ള കലാപരിപാടികൾ ഈ ആർപ്പുകര അമ്പലത്തിലെ സ്റ്റേജിൽ വരുന്നുണ്ട്. കോഴിക്കോടുകാരുടെ നാടകമുണ്ട്. ഇന്നലെയാണെങ്കിൽ ഒന്നാന്തരം ഗാനമേളയായിരുന്നു. ഇവിടെയുള്ള ജനം മുഴുവൻ ഇളകി മറിയ മാത്രമല്ല, ഒരു പ്രോബ്ലം പോലും ഇല്ലാതെ, ഒരു വാടാ പോടാ എന്നുള്ള വിളി പോലും ഇല്ലാതെ ആവേശമായി അവർ ഏറ്റെടുത്തു. അവർ സത്യത്തിൽ അത് ഞങ്ങൾക്ക് കമ്മിറ്റിക്കാർക്ക് എല്ലാം, പോലീസുകാരാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ വന്ന് തന്നെങ്കിലും ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു. പക്ഷെ ഒരാൾ പോലും വാടാ പോടാ എന്ന് പറയാതെ ഇവിടുത്തെ സകല സ്ത്രീജനങ്ങളായിരുന്നു ഇന്നലെ കൂടുതലും തുള്ളാൻ ഇവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ അനുഭവം. വളരെ ഭംഗിയായിട്ടാണ്. ഇന്നിപ്പം 2ാം ഉത്സവം. ഇന്ന് കുട്ടികളുടെ അരങ്ങേറ്റ പരിപാടി, സംഗീത അരങ്ങേറ്റമുണ്ട്. ഇവിടുത്തെ പ്രമുഖ ക്ലബ്ബ്, ആദർശൻ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പ്രമുഖ ക്ലബ്ബാണ്. ഏതാണ്ട് 24-25 വർഷത്തോളമായി പാരമ്പര്യമുള്ള ഒരു ക്ലബിൻ്റെ അരങ്ങേറ്റ എല്ലാ വർഷവും അവർ അരങ്ങേറ്റം നടത്തുന്നുണ്ട്. ഈ വർഷവും അവർ ഗംഭീരമായ അരങ്ങേറ്റ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇന്ന് അവർ ഈ നാട് മൊത്തം ഇളകും. നിങ്ങൾ ഒരു 3/4 മണിക്കൂർ കൂടി ഞങ്ങൾ കണ്ടതാണ്. അതല്ല, ഇന്ന് അത് നാടിൻ്റെ ഒരു ക്ലബ്ബാണ്. അപ്പോൾ ആ നാട്ടിലെ ആൾക്കാർ, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പങ്കെടുക്കുന്നത്. അത് കാരണം അവരുടെ ബന്ധുജനങ്ങളും എല്ലാവരുമായിട്ട് ഇന്ന് ഈ സ്റ്റേജിൻ്റെ മുമ്പിൽ നിറയും, ഈ ഗ്രൗണ്ട് നിറയും. അതുപോലെയുള്ള പ്രോഗ്രാം നാളെ ഇവിടുത്തെ വേറൊരു പ്രമുഖ നൃത്ത ഇതുണ്ട്. അതും ആർപ്പുക്കരയിലാണ്. ശ്രീ മഹാദേവ നൃത്ത കലാകാരന്മാരും കലാകാരികളും കേന്ദ്രമാണ്. ധാരാളം ഉണ്ടല്ലോ ഈ ആർപ്പുക്കരയിൽ. ധാരാളം കലാകാരന്മാരും കലാകാരികളും ഉണ്ടെന്നുള്ളതിന് വ്യക്തമാണല്ലോ. ഇഷ്ടം പോലെ ഞങ്ങളുടെ കൺവീനറാണെങ്കിൽ പുള്ളി സിനിമാ നടനാണ്. അത് നാട്ടിലുള്ള അറിയാം. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇതാണ് ഇവിടം. ആറാട്ടിന് എത്ര ആനകളാണ് പങ്കെടുക്കുന്നത് ഈ തവണ? ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് 5 ആനകളാണ്. പക്ഷെ 5 ആനകളെ നിയമങ്ങൾ വന്നതുകൊണ്ട് പ്രശ്നമാകുന്നു. ഞങ്ങളിവിടെ ഇന്നിപ്പോൾ അളന്നു നോക്കി 3 ആനയെ നിർത്താനായിട്ടുള്ള കോടതി നിയമപ്രകാരമുള്ള 3 ആനയെ നിർത്താനായിട്ടുള്ള സാഹചര്യം ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ഇനി ഒന്നും കൂടി ഇന്ന് റീതിങ്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും 3 ആന ഉറപ്പിച്ചു 5 ആനയെ പറ്റി ചിന്തിക്കുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും ഉത്സവ ആഘോഷങ്ങൾ ഇത്ര ഗംഭീരമായി നടത്തുന്ന താങ്കളുടെ മുഖത്തെ ദൃഢത വേലായുധ സ്വാമിയുടെ അനുഗ്രഹമാണെന്ന് മനസ്സിലായി. എല്ലാവിധ ആശംസകളും. താങ്ക് യു. വേലായുധ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതയായ ഒരു കലാകാരി, ആർപ്പുക്കരയുടെ മണ്ണിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ച പ്രിയപ്പെട്ട നീതു.
നമസ്കാരം. നമസ്കാരം. ഏതൊക്കെ പ്രോഗ്രാമുകളാണ്, എന്തൊക്കെ കലയിലാണ് ഇവിടെ അരങ്ങേറ്റം കുറിച്ചത്? ഞാനിവിടെ പാട്ടിനും ഡാൻസിനുമാണ് അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത്. ശരി. അതോടൊപ്പം തന്നെ തിരുവാതിരയുടെ അരങ്ങേറ്റവും ഇവിടെ തന്നെയായിരുന്നു. ശരി. ഇവിടുത്തെ ആഘോഷങ്ങളെക്കുറിച്ചും ആ അരങ്ങേറ്റത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കി പെട്ടെന്ന് കുറേ നാൾക്ക് ശേഷം എനിക്ക് നാളെ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം കൂടെ വരുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഭരതനാട്യമാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. നാളത്തെ 3-ാം ഉത്സവമാണ്, 30-ാം തീയതി 3-ാം ഉത്സവമാണ്. അപ്പോൾ നാളത്തെ ആ ഒരു ഉത്സവത്തിന് അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം പിന്നെ കുറേ നാൾക്ക് ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ കളിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ കളിക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു സന്തോഷം. ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രം തിരുമുറ്റത്തേക്കുമ്പോൾ ഒരു കലാകാരി എന്ന രീതിയിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തൊക്കെയാണ്? എന്താ പറയുക, മുരുകൻ്റെ അനുഗ്രഹത്താലാണ് എല്ലാം നടന്നിട്ടുള്ളത്. ബാക്കിയുള്ള സ്റ്റേജസിലും എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയതും എല്ലാം മുരുകൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ്. അനുഗ്രഹം ഇനി ഒരുപാട് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന. നാളെ ഞങ്ങൾ തീർച്ചയായും പ്രോഗ്രാം കാണും. ഉറപ്പായിട്ടും വരണം. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് KR ഗോപാലകൃഷ്ണൻ. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി സെക്രട്ടറിയാണ്. ഞാൻ വീണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ 2ാം വട്ടവും സെക്രട്ടറിയായി സ്ഥാനമേറ്റിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു അനുഗ്രഹമായി എൻ്റെ മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വർണ്ണക്കൊടിമരം എന്നൊരു ആശയം ഉണ്ടായിരുന്നു. അത് ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ 3 മാസം കൊണ്ട് ഈ സ്വർണ്ണക്കൊടിമരം തീർന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യന് തുല്യ പ്രാധാന്യം കൊടുക്കുന്ന കൃഷ്ണന് ഈ കഴിഞ്ഞ ദിവസം ചെമ്പോല സമർപ്പിക്കുകയുണ്ടായി. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ മണ്ണിൽ ജനിച്ചു വളർന്നതാണ് ഞാൻ, ഗോപാലകൃഷ്ണൻ. ഞാൻ ആദ്യമായിട്ട് ഉപദേശ സമിതി സെക്രട്ടറിയായി ഇരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ സെക്രട്ടറിയായി എടുക്കുകയായിരുന്നു. 13 പേരിൽ 2ാം വട്ടവും ഞാൻ സെക്രട്ടറി ആവുകയായിരുന്നു. സൗന്ദര്യം നിലനിർത്തുവാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ആഗ്രഹമില്ലാത്ത മലയാളി പെൺകുട്ടികളില്ല. അതിന് അനുയോജ്യമായ ഒരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മെയിൻ ആർച്ചിന് സമീപത്തുള്ള ഗ്ലിമിംഗ് സ്റ്റാർ ബ്യൂട്ടി പാർലർ ഏറെ പ്രശസ്തമായൊരു സ്ഥാപനമാണ്. അതിൻ്റെ ഓണറാണ് നിൽക്കുന്നത്. ചേച്ചിയുടെ പേര് പറഞ്ഞ്? രേവതി. ഇത് മകനാണ്. നമ്മൾ ഇവിടെ എന്തൊക്കെ മേക്കപ്പുകളാണുള്ളത് ചെയ്യുന്നത് ചേച്ചി, പെൺകുട്ടികൾക്ക് വേണ്ടി സുന്ദരിമാരാക്കുന്നതിന് വേണ്ടി? നമുക്ക് HD ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്, പിന്നെ സ്മൂത്തനിങ് ഉണ്ട്, നാനോപ്ലാസ്റ്റിയ, എല്ലാവിധ വർക്കുകളും. ബ്രൈഡൽ മേക്കപ്പുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എയർ ബ്രഷ് മേക്കപ്പ്, ഗ്ലോസി മേക്കപ്പ്, ന്യൂഡ്, എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ സുന്ദരി ആക്കുവാൻ കഴിയുന്ന, സുന്ദരിമാരാക്കാൻ കഴിയുന്ന ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റി മേക്കപ്പുകൾ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട ചേച്ചിയാണ്. ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഗ്ലിമിംഗ് സ്റ്റാർ ബ്യൂട്ടി പാർലറിൻ്റെയും ചേച്ചിയുടെയും മകൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുവുത്സവ ആശംസകൾ ഞങ്ങൾ നേരുന്നു.
കാർ വാഷ് കുടയമ്പടി കോട്ടയം. കാർ വാഷിങ്, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ ക്ലീനിങ്, അതേപോലെ തന്നെ പോളിഷിങ്, പെയിൻറ്റിങ് വേണ്ട എല്ലാം വളരെ ഉത്തരവാദിത്വത്തോടെ നമ്മുടെ മനസ്സ് അനുസരിച്ച് വാഹനങ്ങളൊക്കെ ക്ലിയർ ആയി ചെയ്തു തരുന്ന കോട്ടയം കുടയമ്പടിയിലെ ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് പ്രോ ലൈൻ കാർ വാഷ്. ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് പ്രോ ലൈൻ കാർ വാഷിൻ്റെ MD-യുടെയും ഇവിടുത്തെ ജീവനക്കാരുടെയും പേരിലുള്ള എല്ലാവിധ തിരുവുത്സവ ആശംസകളും നേരുന്നു.
ചരിത്രപ്രസിദ്ധമായ ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ലൈവ് ടി വിയുടെ പുണ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ എത്തിച്ചത്. വേലായുധ സ്വാമിയുടെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്യാമറാമാൻ റിജോയ് പറവൂരിനൊപ്പം സൈനിങ് ഓഫ് ചങ്ങനാശ്ശേരി.